സംസ്ഥാനത്ത് 3 ഇടങ്ങളിലായി 3.5 വയസ്സുകാരനുൾപ്പെടെ 5 പേർ മുങ്ങിമരിച്ചു. കോതമംഗലം വടാട്ടുപാറ പല്ലവൻപടിയിൽ 2 യുവാക്കൾ മുങ്ങിമരിച്ചു. People drowned and several others are reported missing after tourist boat capsized near Tanur coast. പെരുമ്പാവൂർ മുടിക്കലിൽ പുഴയിൽ വീണ പെൺകുട്ടി ഫാത്തിമ അവരുടെ മൃതദേഹം കണ്ടെത്തി. WHO കണക്ക് പ്രകാരം ലോകത്താകമാനം ഓരോ വർഷവും മുങ്ങിമരിക്കുന്നത് ഏകദേശം 3 ലക്ഷം പേരാണ്. ഇന്ത്യയിൽ മാത്രം പ്രതിവർഷം 30,000-നും 38,000-നും ഇടയിൽ മുങ്ങിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 2018 മുതൽ 2023 വരെയുള്ള 5 വർഷ കാലയളവിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രമായി 4,364 പേർ മുങ്ങി മരിച്ചിട്ടുണ്ട്. ഇവരിൽ കൂടുതലും കൊച്ചുകുട്ടികളും പിന്നെ യുവാക്കളുമാണ്. ഇവിടെയുള്ള ചോദ്യം ഇതാണ്: ഇതിനെതിരെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യുന്നു? ഭൂരിഭാഗം പേരും ഒരു തീന്മേശ ചർച്ച മാത്രമാക്കി ഇതിനെ ഒതുക്കുന്നു. പക്ഷെ മറ്റു ചിലരുണ്ട്, അവർ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പരിഹരിക്കാനായി ഇറങ്ങും. അങ്ങനെ ഒരാളെപ്പറ്റി നമുക്കിന്ന് സംസാരിക്കാം. ഇത് വർഷം 2025. 18 വർഷങ്ങൾക്ക് മുൻപ് 2007 ഫെബ്രുവരി 20 നമ്മളെ നടുക്കിയ ഒരു വലിയ അപകടം സംഭവിച്ചിരുന്നു. എറണാകുളം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമായ ഇളവൂരിൽ നിന്ന് ഉല്ലാസയാത്രയ്ക്ക് പോയി 18 പേരുടെ മുങ്ങിമരണം. അന്ന് 37 പേരുടെ സംഘത്തിൽ നീന്തൽ അറിയാവുന്ന ചിലർ രക്ഷപ്പെടുകയും അവർക്ക് മറ്റുള്ള കുറച്ച് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുകയും ചെയ്തു. എന്നാൽ ബാക്കി 18 പേർ നിസ്സഹായതയോടെ മരണത്തെ വരിച്ചു. അതിൽ 15 പേരും കുട്ടികളായിരുന്നു, നാളെ വാർത്തെടുക്കേണ്ട കുരുന്നുകൾ. അതിനു പിന്നാലെ 2009 സെപ്റ്റംബർ 30 തേക്കടിയിലുണ്ടായ ബോട്ടപകടത്തിൽ 45 പേർ മരണപ്പെട്ടു. അതിൽ 7 കുട്ടികൾ ഉൾപ്പെടും. മലയാളക്കരയുടെ ഉള്ളുരച്ച ഈ വാർത്തകൾ പലർക്കും മറക്കാൻ ആഴ്ചകളും മാസങ്ങളും വേണ്ടി വന്നു. എന്നാൽ ഈ സംഭവം ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. അതെ, അവിടെ ഒരു രക്ഷകന്റെ പിറവിയായിരുന്നു. നമസ്കാരം. ആലുവയാണ് എൻ്റെ നാട്. സജി വാളശ്ശേരി. ഈ ആലുവക്കാരൻ്റെ പേര് നാടൊട്ടും സുപരിചിതമാകാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 16 വർഷം തികയുന്നു. തട്ടേക്കാടും തേക്കടിയിലും നടന്ന വേദനാജനകമായ ദുരന്തങ്ങൾ സജിയുടെ മനസ്സിനെ വിളച്ചപ്പോൾ അദ്ദേഹം സ്വയം ചോദിച്ചു, എനിക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹം കണ്ടെത്തിയ ഉത്തരം ഇതായിരുന്നു: തനിക്ക് പറ്റുന്ന പോലെ പരമാവധി ആളുകളെ നീന്തൽ പഠിപ്പിക്കുക, അതും 1 രൂപ പോലും പ്രതിഫലം മേടിക്കാതെ. നീന്തൽ പരിശീലനത്തിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തത് തൻ്റെ പ്രിയപ്പെട്ട ആലുവ പെരിയാർ തന്നെയായിരുന്നു. തൻ്റെ ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സ്വന്തം കുടുംബം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത്. ആദ്യപടിയായി സ്വന്തം മക്കളെ തന്നെ പരിശീലിപ്പിച്ച് പെരിയാർ കുറുകെ കടത്തി കാണിച്ചു കൊടുത്തു. അങ്ങനെ കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ പറ്റിയറിഞ്ഞ് നീന്തൽ പഠിക്കുവാനായി എത്തിത്തുടങ്ങി. അങ്ങനെ VRC എന്ന നീന്തൽ പരിശീലന ക്ലബ്ബ് രൂപപ്പെട്ടു. നാളുകൾ നീണ്ട അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം കൊണ്ട് VRC വളരാൻ തുടങ്ങി. സജിയുടെ ഇടവും വലവും നിന്ന് ഈ കൂട്ടായ്മയെ വളർത്താൻ അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യന്മാർ മുൻപോട്ട് വന്നു. ചെറിയ കുട്ടികളെ നീന്തൽ നീന്തിച്ച് ഇത് മാതൃക കാണിച്ചു കൊടുത്ത് എല്ലാവർക്കും നീന്തൽ പഠിക്കാനൊരു പ്രചോദനം കൊടുക്കലാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. UKG പഠിക്കുന്ന കുട്ടിക്ക് നീന്താൻ കഴിയുമെങ്കിൽ എല്ലാവർക്കും നീന്താൻ കഴിയും. അത് കാണിച്ചു കൊടുക്കലാണ് എൻ്റെ ഏറ്റവും വലിയ ദൗത്യം. അങ്ങനെ പെരിയാറിൽ സജി വാളശ്ശേരി എന്ന അധ്യാപകൻ അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങി. വേമ്പനാട്ടുകായലിലെ ഓളങ്ങളെ പിന്തള്ളി ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് മാളൂർ ഷേഖ് എന്ന 20-കാരി. പരിശീലകനായ സജി വാളശ്ശേരിക്കൊപ്പമായിരുന്നു പ്രകടനം. നവനീതിന്റെ അച്ഛനെ കരയോടടുത്ത് നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നീന്തിച്ച്, അങ്ങനെയാണ് ഞങ്ങൾ തുടക്കം കുറിച്ചത്. കണ്ട് കരയിലേക്ക് തന്നെ നീന്തിപ്പിച്ച്, അങ്ങനെ കുറേശ്ശെ നീന്തിപ്പിച്ചെടുത്ത് വളരെ മിടുക്കനായതുകൊണ്ട് വളരെ പെട്ടെന്ന് 12 ദിവസം കൊണ്ട് പുഴ നീന്തി കിടക്കാറായി നവനീത്. സാറിന്റെ മുമ്പിൽ നിന്നിട്ട് ഞങ്ങൾ സംസാരിച്ചാണ് ഇങ്ങോട്ട് നീന്തണം. ശബ്ദം കേട്ട് പെരിയാറിന്റെ ഓളങ്ങളിൽ കൈകാലികൾ കെട്ടി അത്ഭുതം സൃഷ്ടിച്ച് 6 വയസ്സുകാരൻ കേദാർ. വടുതല ഡോൺ ബോസ്കോ സ്കൂൾ വിദ്യാർത്ഥിയായ 6 വയസ്സുകാരൻ കേദാറാണ് കൈകാലികൾ കൂട്ടിക്കെട്ടി ആലുവ മണപ്പുറം മണ്ഡപം കടവ് മുതൽ 1 കിലോമീറ്റർ നീന്തിയത്. ആലുവ മണപ്പുറം കൂട്ടിവനത്തിലെ അവസാന കടവിൽ കുട്ടി നീന്തിക്കയറി. എന്തായാലും ഇനി നമ്മൾ പറയാൻ പോകുന്നത്
ഒരു വൈകല്യത്തെ നീന്തിൽ തോൽപ്പിച്ച അല്ലെ മുഹമ്മദ് ആസിമിന്റെ കഥയാണ്. നിലയില്ലാ കയം കടന്ന് ആസിം നീന്തിയെടുക്കുന്നത് പെരിയാറിന്റെ ഓരത്തേക്കല്ല, പുതിയൊരു പോരാട്ട മുഖത്തേക്കാണ്. ഞങ്ങൾക്ക് കഴിയുമില്ല, ഒരു കാലിനും പ്രശ്നവും. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പ്രശ്നം കഴിച്ചാൽ എനിക്കിപ്പോൾ സുഖമായിട്ട് നീന്താൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് നീന്താൻ കഴിയണമെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തിനൊക്കെ എത്ര മനോഹരമായിട്ട് നീന്താൻ കഴിയും എന്ന ഒരു ചിന്ത, പോസിറ്റീവായിട്ടുള്ള ചിന്ത നിങ്ങൾക്ക് സുഖമായിട്ട് നീന്താൻ കഴിയും. ആലുവ സ്വദേശിയായ നീന്തൽ പരിശീലകൻ സജീവ് വളാശ്ശേരി തേടിയെത്തിയപ്പോഴാണ് ആസിമിന്റെ സ്വപ്നം സത്യമായത്. കൈകളില്ലാത്ത, ഒരു കാലിന് ചലനശേഷിയില്ലാത്ത ആസിം വെറും 15 ദിവസം കൊണ്ടാണ് നീന്തൽ പഠിച്ചത്. പോളിയോ ബാധിച്ച് തളർന്ന കാലുകളുമായി വേമ്പനാട്ട് കായലിന് കുറുകെ നീന്തി കയറി ഒരു 42-കാരൻ. ശരിക്കും പറഞ്ഞ കാലൊന്ന് വെള്ളത്തിലേക്ക് ഇട്ടിരിക്കാൻ പോലും പേടിയായിരുന്നു. എന്നെ 22 ദിവസം കൊണ്ട് നീന്തൽ പഠിപ്പിച്ചു. ഇന്നിപ്പോ ഈ ചരിത്രത്തിന്റെ ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞതിൽ ഏറെ അഭിമാനിക്കുന്നു, അഹങ്കരിക്കുന്നു. 16 വർഷമായി സൗജന്യ നീന്തൽ പരിശീലനം നൽകി ആലുവയിൽ 15,000-ലധികം പേരെ നീന്തൽ പഠിപ്പിച്ച സജീവ് വാളശ്ശേരിയാണ് രതീഷിന്റെ ഈ ചരിത്ര നീന്തലിനും പരിശീലനം നൽകിയത്. 1ലും 2ലും തുടങ്ങി അങ്ങനെ 100-ലെത്തി. പിന്നീട് ഓരോ വർഷവും ആയിരങ്ങൾ അദ്ദേഹത്തെ തേടി വന്നു. വന്നവരെയെല്ലാം സ്വന്തം മക്കളെ പോലെ തന്നെ കണ്ട് അദ്ദേഹം സ്വീകരിച്ച് പരിശീലിപ്പിച്ചു. നീന്തൽ ശാസ്ത്രീയമായി പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നീന്തലിലെ ഓരോ പടിയും ഓരോ ക്ലാസ്സുകളായി അദ്ദേഹം തരംതിരിച്ചു. അങ്ങനെ VRC എന്ന നീന്തൽ പരിശീലന ക്ലബ്ബ് ഒരു നീന്തൽ സർവകലാശാല തന്നെയായി മാറാൻ തുടങ്ങി. ചിട്ടയായ പരിശീലനത്തോടെ എല്ലാ ക്ലാസ്സുകളും വിജയിച്ചു വരുന്നവരെ അദ്ദേഹം പുഴ കടത്തി കാണിച്ചു. അവരെ വിദഗ്ധ നീന്തൽക്കാരായി മാറ്റാൻ മഴക്കാല നീന്തൽ ആരംഭിച്ചു. സജിമാഷിന്റെ VRCയിൽ പ്രായപരിധികൾ ഉണ്ടായിരുന്നില്ല. 4 വയസ്സുകാരിയും 82 വയസ്സുകാരനും ആർത്തുല്ലസിച്ച് നീന്തൽ പരിശീലിച്ചു. അവർക്കിടയിലേക്ക് ഇടയ്ക്ക് മാഷ് ഇറങ്ങിച്ചെല്ലും. എന്നിട്ട് ഒരച്ഛൻ സ്വന്തം മക്കളെ വിളിക്കുന്ന പോലെ വിളിക്കും. മാഷിന്റെ ഈ വിളി മറ്റു ചിലരും കേൾക്കുന്നുണ്ടാവും. അവർ നന്ദിയോടെ മാഷിനോട് പറയുന്നുണ്ടാവും, ഞങ്ങളുടെ ഭൂമിയിലെ ദൈവം ഇതാ ഈ പെരിയാറിലുണ്ടെന്ന്.
ഈ കഥ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. വരും വർഷങ്ങളിൽ പെരിയാറിനെ ചുവപ്പണിയും പരിശ്രമത്തിലൂടെയും സ്നേഹത്തിലൂടെയും സജിമാഷ് വളർത്തിയെടുത്ത വികാരത്തിന്റെ ചുവപ്പ്, ERC കുടുംബം എന്ന ചുവപ്പ്. മക്കളെ